Today we will see the canonical expressions, sum of product and product of sum forms. So what is a canonical expression? It can be defined as a Boolean expression which has either min term or max term. And if we have two variables, namely x and y, then the canonical expression comprising of min terms will be xy, x dash y dash, x y dash, and x dash y. So these are the min terms. And max terms will be x plus y into x dash plus y dash into x dash plus y into x plus y dash. So these are the max terms. ഒരു canonical expression എന്ന് പറയുമ്പോൾ ഏതൊരു ബൂളിയൻ എക്സ്പ്രഷനും അത് ഒന്നുകിൽ മിൻ ടേം ആയിരിക്കാം അല്ലെങ്കിൽ മാക്സ് ടേം ആയിരിക്കാം. ഇനി ഇത്തരം മിൻ ടേം അല്ലെങ്കിൽ മാക്സ് ടേംസിൻ്റെ കോമ്പിനേഷനാണ് ഒരു കനോണിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് യു ഹാവ് ടു വേരിയബിൾസ്, ഇപ്പോൾ രണ്ട് വേരിയബിളാണ് ഉള്ളത് എങ്കിൽ ആ രണ്ട് വേരിയബിളിൻ്റെ കനോണിക്കൽ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിൻ ടേമിൻ്റെ കേസിൽ എക്സ് വൈ ആവാം, അല്ലെങ്കിൽ എക്സ് വൈ പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ. അതുപോലെ മാക്സ് ടേംസ് ആവുമെങ്കിൽ അത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ മിൻ ടേമും മാക്സ് ടേമും എന്താണെന്ന് നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഓക്കെ, സോ മിൻ ടേം. Min term means it can be defined as when the minimum combination of inputs are high, then the output will be high. Here the min terms are the combination of AND gate inputs. These are the normal AND gates. Okay, and here we can represent this using sigma m for sum of min terms. Sigma is a Greek letter word. It indicates the sum, and the lowercase letter m indicates the min term. Okay, so sigma m means sum of min terms, and here these numbers indicate the cell location or the address within the K map. Okay, so here we have a truth table for three variables a, b, c. For three variables we have 8 combinations, right? For three variables we have 2 raised to 3 combinations. That is 8 combinations we have: 0 0 0, 0 0 1, 0 1 0, 0 1 1, 1 0 0, 1 0 1, 1 1 0, and 1 1 1. And for 0 0 0 we have min term m0. M0 means a dash b dash c dash. 0 0 1 means a dash b dash c. Okay, 0 1 0 means that is min term m2, and that is equal to a dash b c dash. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു മിൻ ടേമിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ മിൻ ടേം മീൻസ് ഓരോ ടേം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ആൻഡ് ഗേറ്റ്, അല്ലേ? ആൻഡ് ഗേറ്റിന് സിമിലർ ആണ്. അപ്പോൾ ഓരോ വേരിയബിളിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം 0 0 0 ആണ് നമ്മുടെ 3 വേരിയബിൾസിൻ്റെ വാല്യൂ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം എന്താണ്? m0 എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ്. ഇനി എപ്പോഴാണ് അത് സി ആയിട്ട് വരുന്നത്? 0 0 1. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ലിറ്ററൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, ഇപ്പോൾ എ ബി സി എന്ന് പറയുന്നത് ലിറ്ററലായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു ലിറ്ററിൻ്റെയും വാല്യൂ 1 ആണെങ്കിൽ അത് എ. ഓക്കെ, ഇപ്പോൾ എ എന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എ ഡാഷ് എന്നും 1 ആണെങ്കിൽ അത് എ എന്നുമാണ് നമ്മൾ മിൻ ടേമിൻ്റെ കേസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മിൻ ടേംസിൽ ഈ ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടോ ആ എല്ലാ വേരിയബിൾസിൻ്റെയും കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിൻ ടേമിൻ്റെ കേസിൽ മിൻ ടേം 0 0 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ആയിരിക്കും.
ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഒരു കോമ്പിനേഷനിൽ ട്രൂത്ത് ടേബിളിൽ പ്രോഗ്രസ് ചെയ്ത് വരിക. ഇപ്പോൾ 0 1 1 ആണെങ്കിൽ 0, ഇപ്പോൾ എ 0 ആണെങ്കിൽ M3യിൽ എ എന്ന് പറയുമ്പോൾ എ ഡാഷ് ആയിരിക്കും, എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ബി is equal to 1, C is equal to 1, then the min term will be A dash B C. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോമ്പിനേഷൻസ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സം, അതാണ് എന്ത് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ we have an example. F of ABC is equal to sigma m 1 2 3 5 7, or we can say F of BC is equal to sigma of m1 m2 m3 m5 and m7. So for these values m1 m2 m3 m5 and m7, here we will put 1. ഓക്കെ, അപ്പോൾ ഏതിനൊക്കെയാണ് നമുക്ക് കോമ്പിനേഷൻസ് ഒരു ട്രൂത്ത് ടേബിൾ എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെയാണോ നമുക്ക് തന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം വാല്യൂ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കെ മാപ്പ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ കെ മാപ്പ് എന്താണെന്നുള്ളത് നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് മിൻ ടേം എന്ന് പഠിക്കാം. അപ്പോൾ അതിനുശേഷം സം ഓഫ് പ്രൊഡക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഒരു മിൻ ടേംസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. സിഗ്മ എം ആണ് നമ്മുടെ സം ഓഫ് മിൻ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ മിൻ ടേം ലോവർ കേസ് ലെറ്റർ എം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ എം 1 2 3 5 7 എന്ന് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിൽ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് മിൻ ടേം വാല്യൂസ് കിട്ടും. ഓക്കെ, so sum of product, here the different product inputs are being added together. Okay, and it takes output from 2 or more logic AND gates and ORs them together to create the final output, and it mainly includes the min terms, and we can also call it as a disjunctive normal form. And example, A dash BC plus ABC dash plus ABC. Okay, so a sum of product means it is a sum of different product terms, or we can say sum of min terms. Okay, so each term consists of min terms here. So the output of 2 or more logic AND gates, we combine these using an OR gate. Okay, and we will get the final output here. അപ്പോൾ ഒരു സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, ആദ്യം പ്രൊഡക്റ്റാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, പ്രൊഡക്റ്റ് അതായത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യുന്നു. അത്തരത്തിൽ കിട്ടുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് നമ്മുടെ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോംസ്. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ടേംസിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞു മിൻ ടേംസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള മിൻ ടേംസിൻ്റെ സം ആണ് ആക്ച്വലി സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള എന്തായിരിക്കും, മിൻ ടേംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ടേംസിനെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ടേമിനെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സം ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് മാക്സ് ടേം, and it is the normal sum term with n variables. So we can compare it with min term, because in the case of max term it is the normal sum term with n variables, and in the case of min term it is the normal product term with n variables, right? So here we can represent it using pi, that is also a Greek symbol, and the uppercase letter m indicates the max term. So pi m indicates the product of max terms. Okay, and for example here 0 0 0 is equal to m0 abc. Okay, so here f of abc is equal to product 2 4 6, or we can say f of abc is equal to product of m2 m4 and m6. Then
look at the table. We have a truth table here A, B, C with 3 variables, and 0, 0, 0 means the max term. M0 is equal to A plus B plus C, and 0, 0, 1 means M1 is equal to A plus B plus C dash, and 0, 1, 0 is equal to M2, that is equal to A plus B dash plus C. ഓക്കെ, അപ്പോൾ ഒരു മാക്സ് ടേം എന്ന് പറയുമ്പോൾ അതിൽ നോർമൽ ആയിട്ടുള്ള സം ടേംസ് ആണ്, n വേരിയബിൾസിൻ്റെ സം ടേം ആണ് ഒരു മാക്സ് ടേം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം സം ടേംസിൻ്റെ ഒരു കോമ്പിനേഷൻസ് അതെങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? പൈ ക്യാപിറ്റൽ എം. ഓക്കെ, പൈ ക്യാപിറ്റൽ എം ദാറ്റ് ഇൻക്ലൂഡ്സ് ദി പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ്. സോ ഓരോ മാക്സ് ടേം എന്ന് പറയുമ്പോഴും അതിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിൻ്റെ സം അല്ലെങ്കിൽ അഡീഷൻ ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓർ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ കമ്പൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരം കേസസിൽ നമുക്കിവിടെ 0 വെച്ചിട്ടാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ, ബി, സി എന്നീ വേരിയബിൾസിന് 0 ആണ് വാല്യൂ എങ്കിൽ നമ്മുടെ മാക്സ് ടേം എന്ന് പറയുന്നത് M0 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ ഒരു മിൻ ടേമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, മിൻ ടേമിൻ്റെ കേസിൽ എക്കും ബിക്കും സിക്കും 0 ആണ് വാല്യൂ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ആയിരുന്നു. പക്ഷേ ഇവിടെ എക്കും ബിക്കും സിക്കും 0 വരുമ്പോൾ മാക്സ് ടേമിൽ എന്താണ് വരുന്നത്? എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അതിൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിൽ അഡീഷൻ ആണ്, അതിൽ കോംപ്ലിമെൻ്റ് ആണെങ്കിലോ ഇതിൽ ഒറിജിനൽ ലിറ്ററൽ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് സം. ഓക്കെ, ഇറ്റ് ടേക്സ് ദി ഔട്ട്പുട്ട് ഫ്രം 2 or more logic OR gates and adds them together to create the final output. And it mainly includes max term, and it is also called conjunctive normal form or CNF. Okay, so എന്താണ് ഒരു പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എടുക്കുന്നത് എന്താ? പ്രൊഡക്റ്റ് ഓഫ് സം ടേംസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സം ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിൻ്റെ പ്രൊഡക്റ്റ് കാണും. അപ്പം സം ടേംസിനെ നമുക്ക് എന്ത് പറയാം? മാക്സ് ടേംസ് എന്ന് പറയാം, അല്ലേ? നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മളവിടെ വേരിയബിൾസിനെ ഓർ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കമ്പൈൻ ചെയ്തത്. ഓർ ഗേറ്റ് ആണ് അഡീഷന്. അപ്പം എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എ, ബി, സി എന്നീ 3 വേരിയബിൾസിനെ ഓർ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പൈൻ ചെയ്തത്. അപ്പം ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസിലെ ഇത്തരം ടേംസിനെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യുന്നു. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ ടേമും എന്താണ്? മാക്സ് ടേംസ് ആണ്. ഓരോ പ്രൊഡക്റ്റിൽ ഓരോ സം ടേം എന്ന് പറയുന്നതും മാക്സ് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം മാക്സ് ടേംസിനെ നമ്മൾ ആൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു കൺജങ്ക്റ്റീവ് നോർമൽ ഫോം ആണെന്ന് പറയാം. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആൻഡ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത്തരം സം അല്ലെങ്കിൽ ഓർ ഗേറ്റ് യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്തിരിക്കുന്ന മാക്സ് ടേംസിനെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺജങ്ഷൻ ആൻഡ് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അതിനെന്താ? കൺജങ്ക്റ്റീവ് നോർമൽ ഫോംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിലുള്ള ഒരു എക്സാമ്പിളാണ് എ പ്ലസ് ബി ഇൻറ്റു ബി ഡാഷ് പ്ലസ് സി. അപ്പോൾ ഇതിൽ 2 ടേംസ് ഉണ്ട്, 2 മാക്സ് ടേംസ് ഉണ്ട്. ഒരു മാക്സ് ടേംസ് അല്ലേ 2 ടേംസ്. ഓക്കെ, മാക്സ് ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ വേരിയബിൾസും വരും. അപ്പോൾ ഇതിൽ എ പ്ലസ് ബി, ബി ഡാഷ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ഒരു ടേമാണ്, ബി ഡാഷ് പ്ലസ് സി ഒരു ടേമാണ്. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളൊരു ടേം അത് ഒരു സമ്മാണ്, അല്ലേ? എ പ്ലസ് ബി, അല്ലേ? അത്തരത്തിലുള്ള സം ടേംസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു ബി ഡാഷ് പ്ലസ് സി. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മിൻ ടേം, മാക്സ് ടേം, സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സം. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ മിൻ ടേം, മാക്സ് ടേം എന്ന് പറയുമ്പോൾ മിൻ ടേം അറിയാം, അത് നമ്മളത് പ്രൊഡക്റ്റാണ് എടുക്കുന്നത്. മാക്സ് ആകുമ്പോൾ അതിൻ്റെ അഡീഷനാണ് എടുക്കുന്നത്. അപ്പോൾ മിൻ ടേമിൽ
അതിൻ്റെ എല്ലാ വേരിയബിൾസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം എല്ലാ വേരിയബിൾസും ചേർന്നിട്ടുള്ളൊരു സം ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതുപോലെ ഒരു പ്രൊഡക്റ്റ് ഓഫ് സം ടേംസിൽ അതിൽ എല്ലാ വേരിയബിൾസും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു കേസിൽ വി കനോട്ട് സി all the variables here. Here one variable is missing, that is C, right? And here one variable is missing, that is A. So if each term consists of all the variables, then we can say that term is a canonical or standard product of sum. Okay? And in the case of a sum of product, if each term consists of all the variables, then we can say it is a standard sum of product or canonical sum of product. അതായത് ഏതൊരു സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ കേസിലും അതിൽ എല്ലാ വേരിയബിൾസും ഉണ്ടെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കനോണിക്കൽ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതുപോലെ ഒരു പ്രൊഡക്റ്റ് ഓഫ് സമ്മിൻ്റെ കേസിൽ അതിലുള്ള എല്ലാ വേരിയബിൾസും എല്ലാ ടേംസിലും പ്രസൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് സം അല്ലെങ്കിൽ കനോണിക്കൽ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് സം അല്ല. കാരണം ഇതിൽ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട് അല്ലെങ്കിൽ 3 ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, ലിറ്ററൽസ്. അതായത് എ, ബി ആൻഡ് സി. ഇൻ ദ ഫസ്റ്റ് ടേം വി കനോട്ട് സി ഓൾ ദ വേരിയബിൾസ് ആൻഡ് ഓൾസോ ഇൻ ദ സെക്കൻഡ് കേസ് ആസ് വെൽ. ഹിയർ സി ഈസ് മിസ്സിംഗ് ഇൻ ദ ഫസ്റ്റ് ടേം ആൻഡ് ഇൻ ദ സെക്കൻഡ് ടേം എ ഈസ് മിസ്സിംഗ്. സോ we can say this is not a standard product of sum. Like that, in the case of sum of product, we can see this is standard sum of product because here in each term a dash bc, abc dash abc, in each term we can see all the variables or its complement. So we can say this is a standard sum of product. ഓക്കെ, അപ്പോൾ ഓരോ ടേമിലും അതിലെ എല്ലാ വേരിയബിൾസും പ്രസൻ്റ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാമെന്നാണ് പറഞ്ഞത്? സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രൊഡക്റ്റ്. അതുപോലെ ഒരു പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ അതിലെ എല്ലാ വേരിയബിൾസും പ്രസൻ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയാം. ഇതിനെ തന്നെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ഈ സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രൊഡക്റ്റിനെ തന്നെയാണ് canonical sum of product എന്ന് വിളിക്കുന്നത്. We can convert a sum of product to standard sum of product, as well as in the case of product of sum also we can convert a product of sum to a standard product of sum, and we will see those cases in the next slide. Okay, thank you.